If you are new to iPhone, welcome to iPhone Beginner's Guide. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഒരു ഐഫോൺ എടുക്കുന്ന കൂട്ടുകാർ ഫണ്ടമെൻ്റലായി ചെയ്യേണ്ട ബേസിക് കാര്യങ്ങളാണ്. തുടക്കം തൊട്ട് ഈ പറഞ്ഞ ഡിവൈസ് ഓപ്പൺ ആവുന്ന വരെ നമ്മുടെ ആ ഒരു വീഡിയോ പറയുന്നുണ്ട്. കുറച്ച് ലെങ്തിയാണ് എനിക്കറിയാം, പക്ഷേ ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ഇട്ടായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദിസ് ഈസ് എബിൻ സേവ്യ, വെൽക്കം ബാക്ക് ടു എവിക്ക. നമ്മുടെ ഫോൺ ബൂട്ടപ്പായി വരുമ്പോൾ ആദ്യം കാണുന്ന സ്ക്രീനാണ് ഈ പറഞ്ഞ ഹലോ സ്ക്രീൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ ഈ പറഞ്ഞ ഹലോ എന്ന് എഴുതി കാണിക്കും. ജസ്റ്റ് തൊട്ട് താഴത്ത് നമുക്കിവിടെ ഒരു സ്വൈപ്പ് ബാർ ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് ആദ്യത്തെ ഇൻ്റർഫേസിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഈ ലാംഗ്വേജ് എടുക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ് എന്നീ എല്ലാ ലാംഗ്വേജും നമുക്കിവിടെ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ കൺട്രി അല്ലെങ്കിൽ റീജിയൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇപ്പോൾ നിങ്ങൾ GCCയിലാണ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ യുണൈറ്റഡ് അറബ് നേഷൻസ് ഇവിടെ വരെയാണ്. പക്ഷേ അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫേസ് ടൈം എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കോളിംഗ് മെത്തേഡ് വേണമെന്നാണെങ്കിൽ GCC അല്ലെങ്കിൽ ഈ പറഞ്ഞ UAE ഒരിക്കലും സെലക്ട് ചെയ്യരുത്. അങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഐഫോണിൽ ഫേസ് ടൈം ലഭിക്കുന്നതല്ല. അതിനു പകരം ഇന്ത്യയോ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ സെലക്ട് ചെയ്യുക. അങ്ങനെ എടുത്താൽ മാത്രമാണ് ഈ പറഞ്ഞ ഫേസ് ടൈം നിങ്ങളുടെ പുതിയ ഐഫോണിൽ ലഭിക്കുന്നത്. ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് സെറ്റിംഗ് ലാംഗ്വേജ് എന്ന്. ആ ഒരു ഇന്ത്യൻ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് എടുക്കുന്നത്. പിന്നെ അപ്പിയറൻസ് എന്ന് പറയുന്ന തേർഡ് സ്റ്റെപ്പിലേക്ക് പോയി. ഇവിടെ ഡിഫോൾട്ടായിട്ട് ഈ ഒരു സൈസ് ആയിരിക്കും. മീഡിയം സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വലുതാവും. അതേപോലെ ലാർജ് വെക്കുകയാണെങ്കിൽ കുറച്ചധികം വലുതാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ അപ്പിയറൻസ് നിങ്ങളോട് സെലക്ട് ചെയ്യാം. ഞാൻ ഡിഫോൾട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു. ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയൊരു ഐഫോണിൽ നിന്ന് പുതിയൊരു ഐഫോൺ വാങ്ങിച്ച് ജമ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്വിക്ക് സ്റ്റാർട്ട് ജസ്റ്റ് നമ്മുടെ പുതിയ ഐഫോണോ ഐപാഡോ അടുത്ത് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് ആ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തവരാണ് പുതിയ ഐഫോൺ ആണെങ്കിൽ സെറ്റപ്പ് വിത്തൗട്ട് അനദർ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രിഫേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. കീബോർഡിൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഇന്ത്യയും ഇമോജിയും വന്നിട്ടുണ്ട്. ഡിറ്റക്ഷനിലും നമുക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഇന്ത്യയാണ് വന്നിരിക്കുന്നത്. തൊട്ട് താഴത്ത് കണ്ടിന്യൂവും അതേപോലെ കസ്റ്റമൈസ് സെറ്റിങ്സും ഉണ്ട്. കസ്റ്റമൈസ് സെറ്റിംഗ് സെലക്ട് ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പ്രിഫർഡ് ലാംഗ്വേജ് നമുക്ക് ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാനും അതേപോലെ ആഡ് ലാംഗ്വേജും വരുന്നതാണ്. ബാക്ക് പോവാം. ഇവിടെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം ഈ പറഞ്ഞ നെറ്റ്വർക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ വേറൊരു സെക്കൻഡ് പ്രയോറിറ്റി നോക്കേണ്ടത് എപ്പോഴും കുറച്ചധികം സ്ട്രെങ്ത് ഉള്ള ഒരു വൈഫൈ നിങ്ങളുടെ അടുത്ത് വേണം. എന്നാലാണ് ഈ പറഞ്ഞ കുറച്ചധികം കാര്യങ്ങൾ ഇനീഷ്യലി ചെയ്യാൻ പറ്റുക. ആ ഒരു വൈഫൈ ഇല്ലെങ്കിലും ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യാം. പക്ഷേ ആപ്പിൾ ഐഡിയും ബാക്കി കാര്യങ്ങളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വൈഫൈ എന്തായാലും നെസസറി ആയിരിക്കുക. വൈഫൈ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഡാറ്റ പാക്കേജുള്ള ഒരു ഫോൺ ഹോട്ട്സ്പോട്ട് ചെയ്ത് അടുത്ത് വെക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഈ പറഞ്ഞ അൾട്രാ ഫാസ്റ്റ് 2.4G എന്ന് പറയുന്ന ഈ ഒരു വൈഫൈ സെലക്ട് ചെയ്യാണ്. എൻ്റെ പാസ്വേഡ് അടിക്കുക. ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ പറഞ്ഞ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റെപ്പ് അവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ട്. ഇറ്റ് മേ ടേക്ക് ഫ്യൂ മിനിറ്റ്സ് ടു ആക്റ്റീവ് യുവർ ഐഫോൺ എന്നുള്ള നോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന വൈഫൈയുടെ സ്പീഡും ബാക്കി കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇനിയുള്ള മുമ്പോട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് വരാൻ പോകുന്നത്. ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആപ്പിൾ ഈ പറഞ്ഞ പേഴ്സണൽ എക്സ്പീരിയൻസും അതേപോലെ ആപ്പിൾ സർവീസും ബാക്കി എല്ലാത്തിനുള്ള ആ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയാണ് ഈ ഒരു ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഇവിടെ ലേൺ മോറും കണ്ടിന്യൂ മാത്രമേ ഉള്ളൂ. ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. സോ കണ്ടിന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നേരെ നമ്മുടെ ഈ പറഞ്ഞ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകുന്നുണ്ട്. സെറ്റപ്പ് ഐഫോൺ എന്നാണ് ഈ ഒരു അടുത്ത പേജിൻ്റെ പേരെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ സ്വന്തം യൂസിനായിട്ട് മൈ സെൽഫിനായിട്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പറിനോ
അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കുട്ടിക്കാണ് ഈ പറഞ്ഞ ഐഫോൺ കൊടുക്കുന്നതെങ്കിലോ ഈ പറഞ്ഞ സെറ്റപ്പ് ഫോർ ചൈൽഡ് ഇൻ മൈ ഫാമിലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ എൻ്റെ ഈ പറഞ്ഞ പേഴ്സണൽ യൂസിനായതുകൊണ്ട് സെറ്റപ്പ് ഫോർ മൈസെൽഫ് എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഫേസ് ഐ ഡി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ പറഞ്ഞ ഫോൺ ഫേസ് ഐ ഡി ഉള്ളതാണെങ്കിൽ ഫേസ് ഐ ഡി ചോദിക്കും, അല്ലെങ്കിൽ ടച്ച് ഐ ഡി ആണെങ്കിൽ ടച്ച് ഐ ഡി ചോദിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഒരു ഫേസ് ഐ ഡി സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ ഫേസ് ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഹൗ ടു സെറ്റപ്പ് ഫേസ് ഐ ഡി എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് എൻ്റെ മുഖം വെക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സൈഡ് ബൈ സൈഡായിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഫേസ് ഐ ഡി സ്കാൻ ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഫേസ് ഐ ഡി ഉണ്ട്. അത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് സ്ലോ ആയിട്ട് ഞാൻ ചെയ്യുകയാണ്. എൻ്റെ സെക്കൻഡ് ഫേസ് ഐ ഡിയും ഇവിടെ കംപ്ലീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഫേസ് ഐ ഡി ഈസ് നൗ സെറ്റപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഐഫോണിൻ്റെ ആ ഒരു പാസ് കോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ പാസ് കോഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. കസ്റ്റം ആൽഫ ന്യൂമറിക് കോഡും കസ്റ്റം ന്യൂമറിക് കോഡും 4 ഡിജിറ്റ് ന്യൂമറിക് കോഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ആ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് 4 ഡിജിറ്റ് ആണെങ്കിൽ 4 ഡിജിറ്റ്, അല്ലെങ്കിൽ 6 ഡിജിറ്റ് ആണെങ്കിൽ 6 ഡിജിറ്റ് വെച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഇനി ആൽഫ ന്യൂമറിക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഈ കീബോർഡിൽ നമ്മുടെ ആൽഫബറ്റും വരും. നമുക്ക് ഇഷ്ടമുള്ള പേര്, നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആ ഒരു പേര് അടിച്ചുകൊണ്ട് ഈ പറഞ്ഞ കോഡ് നമുക്ക് ടാപ്പ് ചെയ്യാം. ജസ്റ്റ് ഞാൻ 6 ഡിജിറ്റ് കൊടുത്തു. 0000 ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ്. അങ്ങനെ 00 ആ ഒരു പാസ്വേഡ് അടിക്കുമ്പോൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു പാസ്വേഡ് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഇവിടെ പ്രോംപ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ യൂസ് എനിവേ എന്ന് കൊടുത്തു. നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു നമ്പർ ഇടാം. ജസ്റ്റ് 0000 കൊടുത്തു. റീ എൻ്റർ ചെയ്തു. നമ്മുടെ ഐഫോണിൽ ആ ഒരു പാസ് കോഡും ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയും ആപ്സും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ പറയുന്ന ഐക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐക്ലൗഡ് ബാക്കപ്പ് നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ആപ്പിൾ യൂസർ ആണെങ്കിൽ മാത്രമാണ് ഐക്ലൗഡ് ബാക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റുക. അതേപോലെ നിങ്ങളുടെ പഴയ ഐഫോണിൽ നിന്ന് പുതിയ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഇവിടെ ചോദിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഐട്യൂൺസ് യൂസ് ചെയ്തുകൊണ്ട് ബാക്കപ്പ് കമ്പ്യൂട്ടറിലോ മാക്കിലോ സേവ് ചെയ്യാം. ആ ഒരു മാക്കോ അല്ലെങ്കിൽ PC കണക്ട് ചെയ്ത് ഈ പറയുന്ന ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ഈ പറയുന്ന ഐഫോണിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴും ഈ ഒരു ഡാറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു ഡാറ്റയും വേണ്ട, ഫ്രഷ്ഡ് ഐഫോണാണ് വേണ്ടതെങ്കിൽ ഈ പറഞ്ഞ ഡോണ്ട് ട്രാൻസ്ഫർ എനിത്തിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അതാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തൊരു ഫേസാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ആപ്പിൾ ID. ഇവിടെയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അടങ്ങാൻ പോകുന്നത്. സോ ആപ്പിൾ ID എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഓരോ ഇനി മുതൽ വരാൻ പോകുന്ന ആപ്പിൾ പ്രൊഡക്ട്സിനും കൊടുക്കേണ്ട ഏറ്റവും പ്രൈമറി അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ആപ്പിൾ ID എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ആപ്പിൾ ID ഉണ്ടെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അല്ല, പുതിയൊരു ആപ്പിൾ ID ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോർഗറ്റ് ഓർ ഡോണ്ട് ഹാവ് ആൻ ആപ്പിൾ ID എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫോർഗറ്റ് പാസ്വേഡ് ഓർ ആപ്പിൾ ID എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്രിയേറ്റ് എ ഫ്രീ ആപ്പിൾ ID എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിംഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആപ്പിൾ ID ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ താഴത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആപ്പിൾ ID ഉണ്ടെങ്കിൽ മാത്രമാണ് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അതേപോലെ ഐക്ലൗഡിൻ്റെ ഓപ്ഷൻസ് എടുക്കാൻ പറ്റുക, ആപ്പിൾ മ്യൂസിക് എടുക്കാൻ പറ്റുക, ഫേസ് ടൈം ചെയ്യാൻ പറ്റുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ ID വേണം. എക്സെപ്റ്റ് ഫോൺ വിളിക്കാനൊന്നും നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ ID വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ സെറ്റപ്പ് ലേറ്റർ കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞ വാട്സാപ്പോ ബാക്കി എന്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിലും ആപ്പിൾ ID ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യമാണ്. ഇവിടെ ക്രിയേറ്റ് ഫ്രീ ആപ്പിൾ ID എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ചധികം പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ അടുത്ത് ചോദിക്കും. ഫസ്റ്റ് നെയിം ഞാനിപ്പോൾ എബിൻ എന്ന് കൊടുത്തു. ലാസ്റ്റ് നെയിം ഞാനിപ്പോൾ സേവിയർ എന്ന് കൊടുത്തു. ആ ഒരു ബർത്ത് ഡേറ്റ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ
സെപ്റ്റംബർ കൊടുത്തു. അതിനുശേഷം 2000 ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. 2000 ഞാൻ സെലക്ട് ചെയ്തു. ഡേറ്റ് എനിക്ക് മാറ്റാനുള്ളതുകൊണ്ട് ഞാൻ 11 കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഒരു ബർത്ത് ഡേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പറഞ്ഞ വൈഫൈൻ്റെ ആ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് എന്തായാലും ആദ്യമേ വേണം. എന്നാലാണ് പ്രൈമറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. ഇവിടെ ഫോൺ നമ്പർ ഓർ ഇമെയിൽ ID എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും ആവശ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൈമറി നമ്പർ നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ഫോൺ നമ്പർ ആയിരിക്കണം ഇവിടെ നിങ്ങൾ ഫോൺ നമ്പറായിട്ട് കൊടുക്കേണ്ടത്. അല്ല, നിങ്ങൾ ഒരിക്കലും മാറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു. ഞാൻ എൻ്റെ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ടാപ്പ് ചെയ്യാണ്. evika@gmail.com എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഈ പറഞ്ഞ Gmail ID ഞാൻ ഒരിക്കലും കളയാനോ അതേപോലെ ഞാൻ ഈ പറഞ്ഞ ആപ്പിൾ IDക്ക് വേണ്ടി ഈ ഒരു Gmail മാറ്റാനോ പോകുന്നില്ല. എന്തിനാണ് ഈ ഒരു Gmail ID എന്ന് ചോദിക്കുന്നത്? എൻ്റെ എല്ലാ ഫണ്ടമെൻ്റലായുള്ള OTPസും അതേപോലുള്ള ഫോർഗറ്റ് പാസ്വേഡ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ലിങ്കും ഈ പറഞ്ഞ മെയിൽ അഡ്രസ്സിലേക്കാണ് വരാൻ പോകുന്നത്. ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ഈ പറഞ്ഞ ആപ്പിൾ IDയുടെ പാസ്വേഡും അതേപോലെ വെരിഫൈ പാസ്വേഡും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസ്വേഡിൽ അറ്റ്ലീസ്റ്റ് ഒരു 8 ക്യാരക്ടേഴ്സ് എങ്കിലും നിർബന്ധമായും വേണം. അതേപോലെ ഒരു നമ്പർ എന്തായാലും വേണം. പിന്നെ ഒരു അപ്പർ കേസ് ലെറ്ററും നമുക്കൊരു ലോവർ കേസ് ലെറ്ററും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ട്രയൽ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ക്യാപ്സ് ലോക്ക് ഇട്ട് ആദ്യം ഒരു Q പ്രസ് ചെയ്തു. അതിനുശേഷം WERTYUIOP ടൈപ്പ് ചെയ്തു. ഇപ്പോൾ 8 ആൽഫബറ്റ് അല്ലെങ്കിൽ 8 ക്യാരക്ടർ എന്തായാലും വന്നിട്ടുണ്ട്. ഇനി ഒരു നമ്പർ നമുക്ക് ആവശ്യമാണ്. ആ ഒരു നമ്പറിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ബർത്ത് ഡേറ്റ് ആയ 11 കൊടുത്തു. ഈ ഒരു പാസ്വേഡ് ഞാനിപ്പോൾ റീടൈപ്പ് ചെയ്യാണ്. QWERTYUIOP 11. ഇപ്പോൾ എൻ്റെ ഈ പാസ്വേഡിൽ അവർ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഈ പറയുന്ന ആപ്പിൾ IDയുടെ പാസ്വേഡും അതേപോലെ യൂസർ ID ഞാൻ ഒരിക്കലും മറന്നു പോകരുത്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു പാസ്വേഡും യൂസർ IDയും വേണം. അതോടൊപ്പം ഞാനിവിടെ 8 ക്യാരക്ടേഴ്സ് ഫില്ല് ചെയ്തു. ഒരു അപ്പർ കേസും ഒരു ലോവർ കേസും ഞാൻ ഫില്ല് ചെയ്തു. ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു നമ്പറും ഞാനിവിടെ ഫില്ല് ചെയ്തു. ആ പറഞ്ഞ 4 ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ആ ഒരു പാസ്വേഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഫേസാണ് ഈ പറഞ്ഞ ഫോൺ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രൈമറി ഫോൺ നമ്പർ ഈ പറയുന്ന ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഫോൺ കോൾ ആണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഓൾവേസ് പ്രിഫർ ചെയ്യുന്നത് ടെക്സ്റ്റ് മെസ്സേജ് ആണ്. അതാകുമ്പോൾ നമുക്ക് ഫോൺ കോളുകൾ വന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രപ്ഷൻ ചെയ്യുകയോ ആ ഒരു ഫോണിൻ്റെ OTP നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രൈമറി നമ്പർ ഇവിടെ കൊടുക്കുക. ഞാൻ എൻ്റെ പ്രൈമറി നമ്പർ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ആ ഒരു ഫോൺ നമ്പർ അടിച്ചതിന് ശേഷം നമ്മളൊരു വെരിഫിക്കേഷൻ കോഡ് ആ ഒരു ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് വെരിഫൈയിങ് എന്ന ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കിവിടെ വരും. നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ സെൻഡ് മൈ മെയിൽ ഞെക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൽ അഡ്രസ്സിലേക്ക് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരും. ഇവിടെ ഡിസഗ്രി എഗ്രി ഉണ്ട്. നമ്മൾ എഗ്രി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സൈനിങ് ഇൻ എന്ന ഓപ്ഷനാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു പുതിയ സൈനിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ആ ഒരു അപ്ഡേഷനാണ്. iOS 17 നമ്മുടെ ഈ ഒരു പുതിയ ആപ്പിൾ IDയുടെ സൈനിങ് ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നത്. ആ സൈനിന് ശേഷം അപ്ഡേറ്റ് യുവർ ഐഫോൺ ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓൺലി ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടിന്യൂ കൊടുക്കാം. iPhone 13 സീരീസും ബാക്കിയുള്ള ഡിവൈസിലൊക്കെ ചിലപ്പോൾ ഡിസ്പ്ലേ ഇഷ്യൂസ് വരുന്നുള്ള പേടിയുള്ള കൂട്ടുകാർക്കാണെങ്കിൽ ഈ പറഞ്ഞ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സെറ്റപ്പും കഴിഞ്ഞതിന് ശേഷം സെറ്റിങ്സിലും നമുക്ക് മാറ്റാവുന്നതാണ്. ഞാനിവിടെ കണ്ടിന്യൂ കൊടുത്തു. ഇവിടെ ലൊക്കേഷൻ സർവീസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ടേൺ ഓൺ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് എഗ്രി ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ സെറ്റപ്പ് മൊബൈൽ സർവീസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എനിക്ക് സിം ഇടാത്തതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻസ് ചോദിക്കുന്നത്. ഇവിടെ ട്രാൻസ്ഫർ ഫ്രം നിയർ ബൈ ഐഫോൺ എന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പഴയ ഐഫോണിൽ
ഈ സിം ഉണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ നിയർ ഐഫോൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഈ സിം ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. അല്ലെങ്കിൽ QR കോഡ് യൂസ് ചെയ്താണ് നിങ്ങൾ സ്കാൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഈ സിമ്മിൻ്റെ QR കോഡ് സ്കാൻ ചെയ്താലും ഇവിടെ ആക്സസ് ചെയ്യും. ഞാനിവിടെ സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കൊടുത്തു. കുറച്ചധികം വെയിറ്റ് ചെയ്യുക. ഇവിടെ സിറി വന്നിട്ടുണ്ട്. നമുക്ക് സിറി വേണമെങ്കിൽ ഇപ്പോൾ ആക്സസ് ചെയ്യാം. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു. Hey Siri, how's the weather today? Hey Siri, send a message. Hey Siri, set a timer for 3 minutes. Hey Siri, get directions home. Hey Siri, play some music. ആ ഒരു സിറി നമുക്കിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോംപ്റ്റ് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാലാണ് ഈസി ആയിട്ട് കുറച്ചും കൂടെ നമുക്ക് ഈ പറഞ്ഞ സിറി ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. ഇംപ്രൂവ് സിറി ആൻഡ് ഡിറ്റക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഷെയർ ഡാറ്റ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ ആപ്പിൾ വാച്ചിലും ഹോം പോഡിലും അതേപോലെ സിറി എനേബിൾഡ് എല്ലാ ആക്സസറിയിലേക്കും മാറ്റാനും അതേപോലെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇവിടെ ചോദിക്കുന്നത്. ഷെയർ ഓഡിയോ ഞാൻ കൊടുത്തു. സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഈ സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ എൻ്റെ ഐഫോൺ യൂസേജിൻ്റെ ആ ഒരു അനലിറ്റിക്സ് അല്ലെങ്കിൽ റിപ്പോർട്ട് എല്ലാ ആഴ്ചയിലും എനിക്ക് ലഭിക്കാനാണ് ആ സ്ക്രീൻ ടൈം ചോദിക്കുന്നത്. ഇവിടെ അനലിറ്റിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കറക്റ്റായിട്ട് ആപ്പിൾ പറയുന്നുണ്ട് ഹെൽപ്പ് ആപ്പിൾ ഇംപ്രൂവ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. ഈ ഒരു അനലിറ്റിക്സ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ എല്ലാ ഡാറ്റയും ആപ്പിളിനായിരിക്കും പോകുന്നത്. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റയും ബാക്കി ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടതാണെങ്കിൽ ഡോൺ ഷെയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ഡോൺ ഷെയർ കൊടുത്തു. ഇവിടെ ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു അപ്പിയറൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. ലൈറ്റ്, ഡാർക്ക്, ഓട്ടോ. ഓട്ടോ എന്ന് പറഞ്ഞാൽ സൺറൈസ് ടു സൺസെറ്റ് ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ലൈറ്റ് മോഡിൽ നിന്ന് ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ആവും. ഞാനിവിടെ ഡാർക്ക് മോഡാണ് ഓപ്ഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കളർ മോഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കണ്ടിന്യൂ കൊടുത്തു. വെൽക്കം ടു ഐഫോൺ എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്വൈപ്പ് അപ്പ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. വെൽക്കം ടു ന്യൂ ഐഫോൺ. ഇത്രയുമാണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഒരു ബിഗിനർ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഐഫോണിൽ വരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതിലും ഇമ്പ്രൂവ് ആയിട്ട് നമ്മൾ പല പല വീഡിയോസും ചെയ്യുന്നതാണ്. ആൻഡ് ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നാം തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me Instagram too. And thank you so much for watching this whole video. This is Yevin Xavier signing from Evika.